Hi, Namaste. Welcome back, viewers. Welcome back to my channel, WinTrader. ഇന്നത്തെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും അതിൻ്റെ ഓപ്ഷൻസിൻ്റെയും പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ മാർക്കറ്റ് നല്ല രീതിയിൽ ഡൗൺ ഇറങ്ങി നിഫ്റ്റിക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാങ്ക് നിഫ്റ്റിക്ക് അവിടെ ഒരു ഡൗൺ ട്രെൻഡ് ഉണ്ടെങ്കിലും നമുക്കൊരു നല്ലൊരു ബ്രേക്ക് ഔട്ട് പോയിട്ടില്ല. ഇപ്പോൾ മോർണിംഗിലെ മൊമെൻ്റാണ് കാണിക്കുന്നത്. അപ്പം നോക്കുകയാണെങ്കിൽ നിഫ്റ്റിക്ക് നമ്മൾ രാവിലെ എടുത്ത 21,000 ട്രേഡ് പ്രകാരം 139 നമ്മൾ എടുത്ത പോർഷനാണ്. അത് നല്ല രീതിയിൽ 3 ടാർഗറ്റും അടിച്ച് നല്ല രീതിയിൽ ഒരു അപ് ട്രെൻഡ് പോയി നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് 207 നമ്മൾ എക്സിറ്റ് ചെയ്ത് അതുവരെ നമ്മളൊരു അപ് ട്രെൻഡ് പോയി 54 പോയിൻറ്റ്സോളം നമുക്ക് പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് ബൈ കണ്ടിന്യൂവേഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റ് ഇപ്പോഴും ഡൗണിൽ തന്നെയാണ്. പക്ഷേ ബാങ്ക് നിഫ്റ്റിക്ക് അവിടെ ഒരു പ്രോപ്പർ ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ എങ്ങനെ പെർഫോമൻസ് കാണിച്ചു, അതിനകത്ത് കറക്റ്റ് എൻട്രി എങ്ങനെ പിടിച്ചു, അതേപോലെ എക്സിറ്റ് എങ്ങനെ ചെയ്തു, അതേപോലെ റിവേഴ്സൽ പോയിന്റ് ഒക്കെ കറക്റ്റായിട്ട് കാണിച്ചിരുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻസിൽ മാത്രമല്ല നമുക്ക് ആക്ച്വലി സ്റ്റോക്ക് മാർക്കറ്റിലും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇന്നത്തെ TCSന്റെ പെർഫോമൻസിനെ നോക്കുകയാണെങ്കിൽ രാവിലെ നല്ലൊരു ഡൗൺ ഇറങ്ങി നല്ല രീതിയിൽ പിന്നെ സപ്പോർട്ട് എടുത്ത് നല്ല രീതിയിൽ താഴ്ത്തിറങ്ങി. അപ്പം രണ്ടാമത് പിന്നെയും മാർക്കറ്റ് താഴ്ത്തിറങ്ങി അതിലും പിന്നെയും റീഎൻട്രി വന്നതിനും റീഎൻട്രിക്കും പ്രോഫിറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതേപോലത്തെ സ്റ്റോക്ക് നമ്മൾ ആക്ച്വലി നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ സ്കാനർ വഴി, അതായത് സ്കാനർ എന്നുള്ള ഫെസിലിറ്റി നമ്മുടെ സോഫ്റ്റ്വെയറിൽ കൊടുക്കുന്നുണ്ട്. അതായത് 8 സ്ട്രാറ്റജിയും 2 സ്കാനറും ടോട്ടൽ ഇത്രയും നമുക്ക് സ്ട്രാറ്റജീസ് വരും. 2009 തുടങ്ങി നമ്മുടെ വിൻട്രേഡർ പെർഫോമൻസ് ഇതുവരെ നമുക്ക് ആക്ച്വലി ടോട്ടൽ 8 സ്ട്രാറ്റജി റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്കാനർ വഴി ഞാൻ നല്ല രീതിയിൽ പിക്ക് ചെയ്ത്, അതായത് നമുക്ക് പെർഫോമൻസ് വരുന്ന സ്റ്റോക്കിൽ നല്ല സ്ട്രോങ് ബുള്ളിഷാണ്, സ്ട്രോങ് ബീരിഷാണ് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ സോഫ്റ്റ്വെയറിൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ അപ്പോളോ ടയറിൽ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് സെല്ല് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ആ സ്ട്രോങ് സെല്ലിലേക്ക് നമുക്ക് അപ്പോളോ ടയർ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലായി. ഇപ്പം കുറച്ച് മുമ്പ് വന്ന സെല്ലാണ് 11:40 വന്ന സെൽ സിഗ്നൽ പ്രകാരം നല്ല രീതിയിൽ ഡൗൺ ഇറങ്ങി നമുക്ക് 3 പോയിന്റോളം താഴ്ത്തിറങ്ങി ഇപ്പോഴും താഴെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പം കുറച്ച് മുമ്പ് വന്നാണ്, ഇതിനു മുമ്പ് സെല്ല് പോയിട്ടുണ്ടെങ്കിലും പക്ഷേ പ്രോപ്പർ ബ്രേക്ക് ഔട്ട് കുറച്ച് മുമ്പ് 11:40 വന്ന ലാസ്റ്റ് സെൽ സിഗ്നൽ പ്രകാരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നല്ലൊരു ട്രെൻഡ് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മുടെ സ്കാനർ വഴി, അതായത് നമ്മൾ മിസ് ചെയ്യാത്ത പെർഫോമൻസ്, ഇപ്പോൾ അഡാനി പോർട്സ് ആണെങ്കിലും സെല്ലുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് സോഫ്റ്റ്വെയറിൻ്റെ സ്കാനർ വഴി ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് നല്ല ട്രേഡ് എടുക്കാം. ഇപ്പം രാവിലെ സെല്ല് പോയിട്ടുണ്ട്, ഇപ്പോഴും സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഡിലേ ഇല്ലാതെ ഒരു ട്രേഡ് മിസ്സാകാൻ നമുക്ക് എടുക്കാനും നമ്മുടെ സ്കാനർ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ വർക്കൗട്ട് ആവുന്നുള്ള ഇന്ന് കാണിച്ചു തരാം. അതേപോലെ ലൈവ് ഡെമോൺസ്ട്രേഷൻ ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ നമ്പറും വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടക്കം. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ള പറഞ്ഞു തരാം. ഫസ്റ്റ് നിഫ്റ്റിയുടെ ഞാൻ കാണിച്ചു തരാം. നിഫ്റ്റിയുടെ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് കഴിഞ്ഞ ദിവസം വന്ന സെല്ലിൻ്റെ കണ്ടിന്യൂഷനാണ് പോയിരിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ സെൽസിൽ തന്നിരുന്നു. അത് നമുക്ക് കൺഫർമേഷൻ വന്ന് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴ്ത്തിറങ്ങി. ഇന്നും അത് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴ്ത്തിറങ്ങുകയാണ് ചെയ്തിരുന്നത്. അത് ഈ റെഡ് കളർ ഡൗൺ ആറാണ് സെല്ല്, ഗ്രീൻ കളറാണ് ബൈ. അപ്പോൾ 2 ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സിഗ്നൽസ് നമുക്ക് സോഫ്റ്റ്വെയർ തരുന്നത് ഇതേപോലെ അലേർട്ട് മെസ്സേജിലൂടെയാണ്. അപ്പോൾ സിഗ്നൽ വന്നു നമുക്ക് അലേർട്ട് മെസ്സേജ് ആയിട്ട് കാണാൻ പറ്റും. നമുക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം ഇതിൻ്റെ കൊടുക്കും. അതേപോലെ നമുക്ക് വേണ്ട, അതായത് ഇപ്പോൾ ഒരു സിഗ്നലിൻ്റെ എൻട്രി പോയിന്റ് ഏതാണ്, ടാർഗറ്റ് ഏതാണെന്ന് മുകളിലും താഴെയും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ 10-20 വന്നാണ് 20,976 അതിൻ്റെ ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ സിഗ്നലിൽ വന്നു, കൺഫർമേഷൻ വന്ന് സപ്പോർട്ട് എടുത്തു. അതായത് സിഗ്നൽ നമുക്ക് ഡയറക്റ്റായിട്ട് കയറി എടുക്കുന്നതിന് പകരം കൺഫർമേഷനും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ കൺഫർമേഷൻ ചെക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ സിഗ്നൽ വന്നതിന് ശേഷം കൺഫർമേഷൻ വന്ന് സപ്പോർട്ട് എടുത്ത് ഇവിടുന്നാണ് അവിടെ താഴ്ത്തിറങ്ങിയിട്ടുണ്ട്. കാരണം ക്യാൻഡിൽ റെഡ് ആയതും താഴെ റെഡ് വന്ന് സെൽസോണും വന്ന് പ്രോപ്പർ ബ്രേക്ക് ഔട്ട് പോയത് ഇവിടുന്നാണ്. ഇവിടുന്ന് സപ്പോർട്ട് എടുത്തിട്ടില്ല, കൺഫർമേഷൻ വന്നിട്ടുണ്ടെങ്കിലും ഇവിടുന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, സപ്പോർട്ട് എടുത്ത് താഴ്ത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സപ്പോർട്ട് എടുത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ ക്യാൻഡിൽ കഴിഞ്ഞിട്ട് എടുത്താൽ മതി. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് താഴ്ത്തിറങ്ങി, ഇപ്പോൾ അവിടുന്ന് എടുത്തില്ലെങ്കിൽ രണ്ടാമത് ഇവിടുന്ന് പിന്നെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ക്ലോസിംഗ് ലെവലിൽ നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം ഇന്നലെ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആയപ്പം ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ആയത് ഡൗൺ ട്രെൻഡിലോട്ടും നിഫ്റ്റി ഓപ്പൺ ആയത് അപ് ട്രെൻഡിലേക്കും. അപ്പോൾ ഇവിടെ ഒരു അപ് ട്രെൻഡ് വന്നിട്ടില്ലെങ്കിൽ അത് ഒരുപാട് പോയിട്ടില്ല. അപ്പോൾ അത് റിവേഴ്സ് പോയി. ഇപ്പോൾ ഇത് എടുത്തവർക്ക് SL ഹിറ്റ് ആയിട്ടുണ്ടാവും, കാരണം ഒബ്വിയസ്ലി ഇതിനകത്തൊരു റിവേഴ്സൽ വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട്, അതായത് ഇവിടെ റെസിസ്റ്റ് ചെയ്ത ലെവലിൽ ബ്രേക്ക് ഇല്ല. അപ്പോൾ ഈ സിഗ്നൽ അവോയ്ഡ് ചെയ്യാമായിരുന്നു. അത് മനസ്സിലാവുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും സെയിം പോലെ പോകുന്ന മൂവ്മെൻറ്റിൽ രാവിലെ ഒരു ഡൗൺ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഇതിലൊരു അപ് ട്രെൻഡിലേക്കും പോകുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് അവിടെ ഒരു സിഗ്നൽ പ്രോപ്പറായിട്ട് ബ്രേക്ക് ഔട്ടിന് ശേഷം സിഗ്നൽ എടുക്കാം, പക്ഷേ ബ്രേക്ക് ഔട്ട് പോട്ടെ, റെസിസ്റ്റ് ചെയ്ത ലെവലിനെ കട്ട് ചെയ്തിട്ട് മാത്രം എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതുപോലത്തെ പോർഷൻസ് നമുക്ക് ഒഴിവാക്കാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗ്ഗമാണത്. ഓക്കെ, അപ്പം ഇന്നത്തെ മൊമെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ന് ഇവിടുന്ന് സിഗ്നൽ ഓപ്പൺ ആയി കഴിഞ്ഞ ദിവസം കണ്ടിന്യൂഷൻ ആയിട്ട് സപ്പോർട്ട് നമുക്ക് ഇവിടുന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴ്ത്തിറങ്ങിയിട്ടുണ്ട്. അവിടുത്തെ പ്രകാരം നമുക്ക് 20,878 ആയിരുന്നു ആ സമയത്ത് റേറ്റ്. അപ്പം 21,000 നമ്മൾ പുട്ട് പിടിച്ചിട്ടുണ്ട്.
അപ്പോൾ 21,000 പുട്ട് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ രാവിലെ 2 സിഗ്നൽ വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഒരു സെല്ലും ബൈയും വന്നിട്ടുണ്ട്. ഇപ്പോൾ സെല്ല് നോക്കുകയാണെങ്കിൽ കൺഫർമേഷൻ ഇല്ലായിരുന്നു. അപ്പോൾ അവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്യാൻഡിൽ കളറും റെഡ് വന്നിട്ടുണ്ടെങ്കിലും താഴെ റെഡ് വന്നിട്ടില്ല. അപ്പോൾ അവിടെ ഓക്കെ ആയിരുന്നില്ല ആ പോർഷൻ. അത് മാത്രമല്ല നിഫ്റ്റിയിൽ അവിടെ നമുക്ക് ആക്ച്വലി അവിടെ ഒരു ബൈ ട്രെൻഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഒരു നമുക്ക് പോർഷൻ എടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 20,000 പുട്ട് നമുക്ക് പിന്നീട് ഒരു ബൈ ചാൻസ് വന്നിട്ടുണ്ട്. നമുക്ക് 955 ബൈ തന്നു. 132 ടാർഗറ്റുകൾ 3 കൊടുത്ത് 3 അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ആ പോർഷനിൽ തന്നെ 130 എടുക്കാമായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ നേരെ ഹൈക്കിൽ കയറി നമുക്ക് ആ പോർഷനിൽ തന്നെ 176 വരെ പോയിട്ട് പിന്നീട് തിരിച്ചിറങ്ങിയിട്ട് പിന്നെയും കയറി. അപ്പോൾ നമുക്ക് ഇവിടെ കട്ട് ചെയ്തിട്ട് തിരിച്ച് രണ്ടാമത്തെ പോർഷൻ 144 പിന്നെയും കയറി നമുക്ക് പോർഷൻ കയറിയത് 209 2013 വരെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ സൈഡ് വേസ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ മാർക്കറ്റ് ചില ഇറങ്ങുന്നുണ്ട്. പക്ഷേ നമുക്ക് ആക്ച്വലി നല്ലൊരു ട്രെൻഡ് നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ 132 എന്ന് പറഞ്ഞ പോർഷൻ ഇപ്പം കുറച്ചുകൂടെ ഇപ്പോൾ കയറിയിട്ട് മാർക്കറ്റ് 211 വരെ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി നിങ്ങൾ ആക്ച്വലി ലൈവ് ഡെമോ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്ത് ഞാൻ ഗൈഡ് ചെയ്തുതരാം എങ്ങനെയാണ് സോഫ്റ്റ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒരു സിഗ്നൽ കൺഫേം ആണെങ്കിൽ അവിടെ നേരെ കയറി എൻട്രി എടുക്കുക. അപ്പോൾ അതിനകത്ത് നമുക്ക് കളർ ചേഞ്ച് കാണിക്കുകയാണെങ്കിൽ സോഫ്റ്റിൻ്റെ സൈഡ് വേസ് ആണ്. അപ്പോൾ അവിടെ കട്ട് ചെയ്ത് പോകാം. അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ സെല്ല് കൺഫേംഡ് അല്ല, ബൈ കൺഫേംഡ് ആണ്. കൺഫർമേഷൻ വന്ന് ബ്രേക്ക് ഔട്ടും കയറി നല്ല രീതിയിൽ പ്രോഫിറ്റ് കയറിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടുന്ന് തിരിച്ച് കുറച്ചിറങ്ങി. അപ്പോൾ ഇത് ഹോൾഡ് ചെയ്ത് വെക്കണേ നമുക്ക് താഴത്തെ ഗ്രീൻ മാറുന്നവരെ ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടുന്ന് പുൾ ബാക്കിന് കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് തിരിച്ച് കയറുമ്പോൾ രണ്ടാമത് എൻട്രി എടുത്താൽ മതി. അപ്പോൾ ചെറിയ പ്രോഫിറ്റാണ് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ താല്പര്യമെങ്കിൽ അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ എക്സ്ട്രാ കളർ വരുമ്പോൾ മാത്രമേ സൈഡ് വേസ് ഉള്ളൂ. അപ്പോൾ അത് ആ പോർഷനിൽ നമ്മൾ കട്ട് ചെയ്ത് വിട്ടാൽ മതി. അവിടെയാണ് റിവേഴ്സൽ ചാൻസ് ഉള്ളത്. അപ്പം ഗ്രീൻ തന്നെയാണ് നമുക്ക് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള പോർഷൻ സോഫ്റ്റ്വെയർ തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ലൈവ് ഡെമോ അറ്റൻഡ് ചെയ്ത് ഡിസൈഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ടോട്ടൽ 8 സ്ട്രാറ്റജി ഉണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് വേർഷൻ 8.1 ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇതേപോലെ തന്നെയാണ് നമുക്ക് മറ്റ് സ്റ്റോക്കുകളും ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റോക്കിൽ TCSൻ്റെ മൊമെൻറ്റ് ഞാൻ രാവിലെ കാണിച്ചു തന്നിരുന്നു. അപ്പം ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി സെല്ല് വന്ന് രാവിലെ സപ്പോർട്ട് എടുത്ത് നമുക്ക് താഴെ ഇപ്പോൾ ഗ്യാപ് ഡൗണിലായിരുന്നു ഓപ്പണിങ്. സപ്പോർട്ട് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് എടുത്ത് ആട്ടിറങ്ങി. അപ്പോൾ അവിടുന്ന് രണ്ടാമത്തെ പോർഷൻ അപ്പോൾ ആദ്യം ഇവിടം വരെ ഇറങ്ങി തിരിച്ച് കയറി പിന്നെ ഇറങ്ങി. അപ്പോൾ അത് കഴിഞ്ഞ് ഒന്ന് റീഎൻട്രി അടിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പ്രോഫിറ്റ് ലെവൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നല്ലൊരു ഡൗണോ നല്ലൊരു അപ് ട്രെൻഡോ നമുക്ക് പോയിട്ടില്ല ഇതുവരെ. രാവിലെ ചെറുതായിട്ടൊന്ന് ഇറങ്ങാൻ ശ്രമിച്ചു. അപ്പോൾ ഇന്നലെ വന്ന സെല്ലിന് കണ്ടിന്യൂവേഷൻ ആയിട്ട് കുറച്ചൊന്ന് ഡൗൺ പോയി. പക്ഷേ പിന്നീട് ഒരു ബൈയോ ഒരു സെല്ലോ നമുക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു ട്രെൻഡും ഇല്ല, നമുക്ക് എടുക്കാനായിട്ടുള്ള ഒരു പൊസിഷൻ ഇല്ല. അപ്പോൾ ഓപ്ഷൻ ട്രേഡേഴ്സിലെ ബാങ്ക് നിഫ്റ്റിയിൽ വലിയൊരു ട്രെൻഡായിട്ട് നമുക്ക് ഇന്ന് കിട്ടിയില്ല. പക്ഷേ നിഫ്റ്റിയിൽ നല്ലൊരു പൊസിഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.